ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പഞ്ചശുദ്ധിയെക്കുറിച്ച് ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മൃതി ഗ്രന്ഥമാകുന്നു. ത്രികാലജ്ഞാനിയായ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യവാണികൾ ഗുരുമുഖത്തു നിന്നും ശ്രവിച്ച ദിവ്യശ്രീ ആത്മാനന്ദ സ്വാമികളാണ് സംസ്കൃത പദ്യരൂപത്തിൽ ശ്രീനാരായണ ധർമ്മം എന്ന കൃതി രൂപപ്പെടുത്തിയെടുത്തത്. ശ്രീനാരായണ ധർമ്മത്തിന് വ്യാഖ്യാനം എഴുതി മലയാളീകരിച്ചത് ആദ്യം ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളും പിന്നീട് വളരെ വിശദമായി മലയാള പുസ്തകമാക്കിയത് ദിവ്യശ്രീ ശ്രീനാരായണ തീർത്ഥർ സ്വാമികളുമാണ്. ഈ മഹത് ഗ്രന്ഥത്തിലൂടെ ഒരുവന്റെ ജനനം മുതൽ മരണം വരെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശ രൂപത്തിൽ ശിഷ്യന്മാർക്ക് നൽകിയ മറുപടിയാണ് ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തിന് ആധാരം. 10 സർഗങ്ങളിലായാണ് വിഷയക്രമീകരണം നടത്തിയിരിക്കുന്നത്. 3-ാം സർഗത്തിലാണ് ശുദ്ധി പഞ്ചകത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ശുദ്ധി പഞ്ചകത്തിൽ 5 വിധത്തിലുള്ള ശുദ്ധിക്രിയകളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിവയാണ് പഞ്ചശുദ്ധികൾ. 1 നൂറ്റാണ്ടിനപ്പുറമാണ് മഹാഗുരു ദീർഘവീക്ഷണത്തോടെ ഇക്കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു തന്നിട്ടുള്ളതെന്ന് ഓർക്കുമ്പോഴാണ് കാലത്തിനു മുമ്പേ മാർഗദർശിയായി നടന്നുപോയ ആ യുഗ പുരുഷനെ നാം കുമ്പിട്ടു പോകുന്നത്. 1-ാമത്തേതാണ് ദേഹശുദ്ധി. ഇത് ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ടതാണ്. ദിവസേന 2 നേരം ശുദ്ധജലത്തിൽ കുളിക്കുകയും ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുകയും വേണം. ശുദ്ധിയുള്ള ജലം കുടിക്കുകയും നല്ല ആഹാരം കഴിക്കുകയും വേണം. അടുക്കള വൃത്തിയുള്ളതായിരിക്കണം. കണ്ണ്, പല്ല്, നഖം, കാത്, കൈകാലുകൾ എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. 2-ാമതായി വാക്ശുദ്ധി. നമ്മുടെ സംസാരം അല്ലെങ്കിൽ വർത്തമാനം എപ്രകാരമായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. സൗമ്യമായി സംസാരിക്കണം. അസഭ്യ വാക്കുകളോ അശ്ലീല പദങ്ങളോ സംഭാഷണത്തിൽ കടന്നു വരരുത്. സംഭാഷണത്തിൽ വിശുദ്ധിയും സഭ്യതയും കാത്തു സൂക്ഷിക്കണം. സംഭാഷണം മധുരതരമായിരിക്കണം. ആരെയും വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യരുത്. കരുണയുള്ള സംഭാഷണമാണ് ഉത്തമം. 3-ാമതായി മനഃശുദ്ധി. നമ്മുടെ മനസ്സ് സ്നേഹം, ദയ, കരുണ, അനുകമ്പ തുടങ്ങിയ ഹൃദയവികാരങ്ങൾ കൊണ്ട് തുളുമ്പി നിൽക്കുന്നതാവണം. ദൈവം സ്നേഹമാകുന്നു എന്നാണല്ലോ ക്രിസ്തുദേവന്റെ വചനം. നബി തിരുമേനിയുടെ സാഹോദര്യവും ബുദ്ധന്റെ അഹിംസയുമെല്ലാം നമ്മെ മുന്നോട്ട് നയിക്കേണ്ട വികാരങ്ങളാണ്. സ്വാമി തൃപാദങ്ങൾ, അനുകമ്പാതിശകം, ജീവകാരുണ്യ പഞ്ചകം തുടങ്ങിയ കൃതികൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ. ഭഗവാന്റെ ജീവിതത്തിലുടനീളം ഈ വക പരിപാലനമായ ഹൃദയവികാരങ്ങളുടെ ഒരു തിരിയിളക്കം നമുക്ക് ദർശിക്കാനാവും. പുലച്ചാളയിൽ കഞ്ഞി തിളച്ചു മറിഞ്ഞു തൂകിപ്പോകുന്ന വേളയിൽ അത് താഴെ ഇറക്കി വെച്ചതും, കൂട്ടുകാർ സന്യാസിയെ കല്ലെറിഞ്ഞപ്പോൾ വാവിട്ട് കരുതതും, നിലം ഉഴുതുമറിക്കുന്ന കാളകളെ അടിക്കരുതെന്ന് കൽപ്പിച്ചതുമെല്ലാം ഉദാഹരണങ്ങളാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന് മൊഴിഞ്ഞതും, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് അരുളിയതുമൊക്കെ മനഃശുദ്ധിയുടെ ഉദാത്തമായ മൊഴിമുത്തുകളായിരുന്നു. 4-ാമതായി ഇന്ദ്രിയശുദ്ധി. അത് ഓരോ വ്യക്തിയും ശീലിക്കണം. ഇന്ദ്രിയങ്ങളെ അധികമായി പരിപാലിക്കുകയോ പീഡിപ്പിക്കുകയോ പാടില്ല. 5-ാമതായി ഗൃഹശുദ്ധി. നമ്മുടെ വാസഗൃഹം വൃത്തിയും ശുദ്ധിയുമുള്ളതായി സൂക്ഷിക്കണം. ഗൃഹാന്തർഭാഗങ്ങളിൽ യഥേഷ്ടം വായുവും പ്രകാശവും കടക്കുന്ന വിധത്തിൽ വേണം രൂപകൽപ്പന ചെയ്യുവാൻ. അശുദ്ധ വസ്തുക്കൾ, മാലിന്യങ്ങൾ എന്നിവ വീടിനുള്ളിൽ സൂക്ഷിക്കരുത്. കഴിവതും വേഗം വെളിയിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. മഹാമാരിയുടെ കാലത്ത് ഇതൊക്കെയാണല്ലോ ആരോഗ്യ പ്രവർത്തകരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. 1 നൂറ്റാണ്ടിന് മുമ്പ് ത്രികാലജ്ഞാനിയായ
മഹാഗുരു നമുക്കായി ഉപദേശിച്ചു തന്ന പഞ്ചശുദ്ധി സംബന്ധിച്ച കാര്യങ്ങൾ കാലാതീതമായി ഇന്നും നിലകൊള്ളുന്നു. ജാതിവ്യവസ്ഥ സമൂഹത്തിൽ കലശലായതിന്റെ ഫലമായി ആയിരക്കണക്കിന് വർഷങ്ങളോളം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളയ്ക്കപ്പെട്ട ഒരു സമൂഹം ഇവിടെ നിലനിന്നിരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രാഹ്മണർ മറ്റുള്ളവർക്ക് ആരാധനാവിധികൾ നിഷേധിക്കുകയും ദുഷിച്ച ആരാധനാ രീതികൾ മാത്രം പിന്തുടരാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കോഴിവെട്ടും മൃഗബലിയും മറ്റുമായി ക്രൂരമായ ആരാധനാ രീതികൾ പിന്തുടരുന്ന എഴുത്തും വായനയും അറിയാത്ത ഒരു ജനവിഭാഗത്തിൻ്റെ കയ്യിൽ ഒരു സുപ്രഭാതത്തിൽ ആത്മോപദേശ ശതകം എടുത്തുകൊടുത്ത് ഇത് വായിച്ച് നിങ്ങൾ നന്നാകൂ എന്ന് പറയാൻ ഗുരുദേവന് കഴിയുമായിരുന്നു. ഇവിടെയാണ് ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠകളുടെയും അവതരിപ്പിച്ച ആരാധനാ രീതികളുടെയും പ്രസക്തി. അന്ധവിശ്വാസങ്ങളിലും ദുരാചാരങ്ങളിലും നൂറ്റാണ്ടുകൾ തള്ളപ്പെട്ട ഒരു ജനതയെ സ്വാത്യമായ ഈശ്വരാരാധനാ രീതിയിലേക്ക് വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടെയാണ് തുടക്കത്തിൽ ഗുരുദേവൻ അരീപ്പുറം മുതലായ പ്രതിഷ്ഠകൾ നടത്തിയത്. ഗുരു ആദ്യമായി 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ചോദ്യം ചെയ്ത സവർണ മേധാവികളോട് ഗുരു നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് മറുപടി നൽകുകയാണ് ചെയ്തത്. താഴ്ന്ന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് നാന്ദി കുറിച്ച മുഖ്യ സംഭവങ്ങളിൽ ഒന്നായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. സർവ മനുഷ്യരും ഒരേ സഹോദരങ്ങളെ പോലെ ജീവിതം നയിക്കുന്ന ഒരു മാതൃകാ ലോകത്തിന്റെ സംസ്ഥാപനമാണ് അരുവിപ്പുറം സന്ദേശം വിഭാവനം ചെയ്യുന്നത്. മനുഷ്യരെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനായി ഗുരുദേവൻ കേരളത്തിനും പുറത്തും നിരവധി ദേശങ്ങളിൽ സ്വായത്തമായ ആരാധനാ സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി പ്രതിഷ്ഠകൾ നടത്തുകയുണ്ടായി. ഇപ്രകാരം സമൂഹത്തിൽ ആദ്യമായി വലിയൊരു മാറ്റം ഉണ്ടാക്കിക്കൊടുത്ത ഗുരുദേവൻ പിന്നീടുള്ള പ്രതിഷ്ഠകളിൽ നമ്മെ വീണ്ടും മുന്നോട്ട് നയിക്കുവാനായി നിരവധി പരിഷ്കാരങ്ങളും വരുത്തി. അതിന് ഒരു ഉദാഹരണമാണ് തൃശ്ശൂർ ജില്ലയിലെ കാരമുക്കിൽ ദീപം പ്രതിഷ്ഠിച്ചത്. ചിറയൻകീഴ് താലൂക്കിലെ മുരുക്കുംപുഴയിൽ ഓം സത്യം ധർമ്മം ദയാശാന്തി എന്നെഴുതിയ ഒരു ഫലകവും ചാർത്തലയിലെ കളങ്കോട് ക്ഷേത്രത്തിൽ ഓം ശാന്തി എന്നെഴുതിയ ഒരു നിലക്കണ്ണാടിയുമാണ് പ്രതിഷ്ഠിച്ചത്. അവസാനമായി വൈക്കത്തെ ഉല്ലലിൽ കണ്ണാടിയായിരുന്നു പ്രതിഷ്ഠ. ഗുരു വർക്കലയിൽ ശാരദാംബയെ പ്രതിഷ്ഠിച്ചത് അറിവിന്റെ ദേവതയായിട്ടാണ്. നിരവധി പ്രത്യേകതയുള്ള ശാരദാമഠത്തിലെ പൂജാരി ഇത് വ്യത്യസ്തമാണ്. ഉത്സവം, ശ്രീഭൂതബലി, അഭിഷേകം, നിവേദ്യം തുടങ്ങിയ വൈദ്യകർമ്മങ്ങൾ ഒന്നുമില്ലാതെ പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും മാത്രമാണുള്ളത്. സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങൾ ഒന്നും തന്നെ ഗുരുദേവന് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ബാധകമല്ല. എല്ലാ ജാതി മതക്കാർക്കും ഈ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാം. ഗുരുദേവന് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് തന്നെ ദർശനം നടത്താവുന്നതാണ്. ക്ഷേത്രത്തിൽ കയറുന്നവർ പൂണൂൽ ഇട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു അനാചാരം മാത്രമാണ് ഷർട്ടുരണം എന്നുള്ള നിയമം. ആചാരങ്ങൾ ഇല്ലാതാകുകയും പകരം അനാചാരങ്ങൾ ആചാരങ്ങളായി മാറുകയും ചെയ്തതാണ് ഇന്ന് നാം കാണുന്ന ഹിന്ദു മതത്തിന്റെ തകർച്ചയുടെ മൂലകാരണം. ഇവയെ ഇല്ലാതാക്കി ഗുരുദേവൻ നമുക്ക് പ്രദാനം ചെയ്തത് ശുദ്ധവും സനാതനവുമായ ആരാധനാ സമ്പ്രദായങ്ങളാണ്. സംശുദ്ധമായ ദർശനം അടുത്ത തലമുറയിൽ എത്തിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഒരു പോറ്റിയെ നിയോഗിക്കാം എന്ന് പറഞ്ഞ ഭക്തനോട് ഓഹോ അങ്ങനെ എങ്കിൽ പോയതെല്ലാം തനിയെ വന്നുകൊള്ളും എന്ന് ഗുരു പറഞ്ഞത് ഓർക്കുന്നത് നന്നായിരിക്കും. ഒപ്പം നാമെല്ലാം കല്ലിൽ തുടങ്ങി കണ്ണാടി വരെ, അതായത് അരുവിപ്പുറം മുതൽ ഓങ്കാരേശ്വരം വരെ സഞ്ചരിക്കാൻ പ്രാപ്തരാകട്ടെ. അതിനായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. തൃപ്പദം വിജയിക്കട്ടെ.